ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് സുർക്ക ഒഴിക്കാത്ത അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 4 മാങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഉപ്പിട്ട് വെയിലത്ത് വെച്ച് കുറച്ച് സമയം ഉണക്കിയെടുക്കണം. ഇതൊന്ന് ഉണക്കിയെടുക്കാനായി നമുക്ക് ഇതൊരു പരന്ന ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നന്നായി ഉണങ്ങുകയല്ല, മാങ്ങയൊന്ന് ഡ്രൈ ആയിരിക്കണം, അത്രേ ആവശ്യമുള്ളൂ. നമ്മൾ അപ്പോൾ അച്ചാറിനുള്ള എല്ലാം ഇവിടെ റെഡിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് അച്ചാർ കൂട്ടി യോജിപ്പിക്കാം. ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുന്ന അച്ചാറല്ല, ആ രീതിയിലല്ല ഞാൻ ഈ അച്ചാർ ഇടുന്നത്. ഇത് മാങ്ങ ഇന്നലെ ഉപ്പിട്ട് വെച്ചതാണ്. ഇത് കാശ്മീർ മുളക് പൊടിയാണ്. ഇത് സാദാ മുളക് പൊടിയാണ്, 1 ടീസ്പൂണ്. പിന്നെ 2 ടീസ്പൂൺ ഉലുവ പൊടിച്ച്, ഉലുവയും വേപ്പിലയും 1 ടീസ്പൂൺ കടുകും കൂടി വറുത്തെടുത്തതാണിത്. ഇത് 1 കഷ്ണം ഇഞ്ചിയും 3 കുടം വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് മൊരിപ്പിച്ചെടുത്തതാണ്, ഡ്രൈ ആക്കി എടുത്തതാണ്. ഇത് എടുത്ത് വെക്കാനുള്ള അച്ചാറായതുകൊണ്ട് സുർക്ക ഒഴിക്കാതെ തയ്യാറാക്കുന്ന അച്ചാറാണ്. ഇത് എടുത്ത് വെക്കാനുള്ള അച്ചാറായതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ സുർക്ക ഒന്നും ഒഴിക്കാതെയാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 2 കയ്യിൽ കടുകെണ്ണയും നല്ലെണ്ണയും മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തതാണ്. ഇതാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കണം കുറച്ച്. എന്നിട്ട് മറ്റുള്ളതെല്ലാം മാങ്ങയിലിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കായപ്പൊടിയും കൂടി ഇതിൽ മിക്സ് ചെയ്യാനുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി നമ്മൾ അരിഞ്ഞ് വെച്ച അച്ചാർ ഇതിലേക്ക് ഇട്ടു. ഇതിൽ ഉപ്പുവെള്ളമുണ്ട്, സുർക്ക ഒഴിക്കുന്നില്ല. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, നമുക്ക് 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് കുറവ് പോലെ തോന്നി, അപ്പോൾ 1 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉലുവപ്പൊടിയും ഡ്രൈ ആക്കി എടുത്തതാണ്, അതും കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഉലുവയും കടുകും വേപ്പിലയും കൂടി വറുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ടേസ്റ്റ് നോക്കി, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിൽ ചേർക്കാം. ഇത് 4 മാങ്ങയാണ്, 4 ചെറിയ മാങ്ങയാണ്. 2 ആഴ്ചക്ക് ശേഷമേ ഈ അച്ചാർ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ
കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തു. ഇനി ഇതൊന്നും കൂടെ മിക്സ്. ഇനി നമ്മൾക്കിത് ഭരണിയിലാക്കി വെക്കാം. ഇനി നമുക്ക് ഇത് കടുകെണ്ണയും നല്ലെണ്ണയും മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഭരണിയിൽ ഒന്ന് ചിറ്റി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് കുറേശ്ശെ ഇങ്ങനെ അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിങ്ങനെ കടുകെണ്ണയും ഇതും കൂടെ മിക്സാക്കിയ എണ്ണ ഒഴിച്ചിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട്, ഇത് സുർക്കൊഴിക്കാത്തതാണല്ലോ, അപ്പോൾ അത് ഇതൊഴിച്ച് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും ഒരു ടേസ്റ്റിൽ വരിക. അപ്പം അതിന് വേണ്ടി നമുക്ക് ഈ രീതിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ടിത് കെട്ടി കൊടുക്കണം. എന്നിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം എടുത്ത് ഉപയോഗിക്കാം. ഇനി ഇത് നന്നായി ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇത് എടുത്ത് വെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് സബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബായ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.